ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരവുമായി ഗതാഗത വകുപ്പിന് മുന്നോട്ടു പോകാമെന്ന് ഹൈക്കോടതി. ഡ്രൈവിംഗ് സ്കൂളുകാരുടെ സ്റ്റേ ആവശ്യം ഹൈക്കോടതി തള്ളി. സർക്കുലർ നടപ്പാക്കുന്നതിൽ സ്റ്റേ അനുവദിക്കാൻ കാരണങ്ങളില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഡ്രൈവിംഗ് സ്കൂൾ പരിശീലകർ നൽകിയ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ച് വിധി പറഞ്ഞത്. സർക്കുലർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ വിധി വരുന്നതുവരെ സ്റ്റേ ചെയ്യണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ ഹർജിയിൽ ഇടക്കാല ഉത്തരവിറക്കിയ ഹൈക്കോടതി സർക്കുലർ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം തള്ളുകയായിരുന്നു. സർക്കുലർ നടപ്പാക്കുന്നതിൽ സ്റ്റേ അനുവദിക്കാൻ കാരണങ്ങളില്ലെന്ന് കോടതി വ്യക്തമാക്കി. കമ്മീഷണർക്ക് സർക്കുലർ ഇറക്കാനുള്ള അധികാരമുണ്ട്. കേന്ദ്ര ഗതാഗത നിയമങ്ങൾക്ക് വിരുദ്ധമല്ല എന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് സ്റ്റേ ആവശ്യം കോടതി നിരാകരിച്ചത്. ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ, ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി, വിവിധ വ്യക്തികൾ തുടങ്ങിയവരാണ് സർക്കുലർ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. ഡ്രൈവിംഗ് ടെസ്റ്റിന് പുതിയ നിബന്ധനകൾ ഏർപ്പെടുത്തിയ സർക്കാരിന്റെ തീരുമാനം ഏകപക്ഷീയമാണെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. നിയമവിരുദ്ധമായ ഉത്തരവ് റദ്ദാക്കണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെടുകയായിരുന്നു. സംസ്ഥാന മോട്ടോർ വെഹിക്കിൾ ചട്ടമോ കേന്ദ്ര സർക്കാരിന്റെ ചട്ടമോ നിബന്ധനകളെക്കുറിച്ച് നിർവചിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ ഉത്തരവ് നിലനിൽക്കുന്നില്ല എന്നാണ് ഹർജിക്കാരായ ഡ്രൈവിംഗ് പരിശീലകരുടെ വാദം. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും അടക്കം നൽകിയ 4 ഹർജികളാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് ഇടക്കാല ഉത്തരവിറക്കിയത്. കേസ് വീണ്ടും 21-ന് പരിഗണിക്കും. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.